അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. സ്വാതന്ത്ര്യദിനം ആഘോഷത്തിനിടെയാണ് ഈ പ്രതികരണം. അതേസമയം ഉടനടി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഈ ത്രികക്ഷി ചർച്ചയാണ് ഇതിൽ ഏറ്റവും ഫലപ്രദം. സമാധാനം പുലരണമെങ്കിൽ പുടിനും സെലൻസ്കിയും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തണമെന്നൊക്കെ നേരത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ അടക്കം ഉയർന്നു വന്ന വിഷയമാണ്. പക്ഷേ അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെലൻസ്കി മുഖം തിരിച്ചു നിൽക്കുകയാണ്. അതേസമയം പുടിൻ ഈ കാര്യത്തോട് എന്തുകൊണ്ടാണ്? ആര്യ, ഇപ്പോൾ നിലവിൽ ഒരു 3 പേരും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് റഷ്യ നിൽക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് റഷ്യയുടെ വിദേശമന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഒരു അജണ്ട രൂപീകരിച്ചതിന് ശേഷമാകും റഷ്യ ചർച്ച നടത്തുക. നിലവിൽ യുക്രൈനുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു അജണ്ടയും തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇത് കാരണമാണ് ഈ ചർച്ചയുടെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുന്നത്. അമേരിക്ക നിശ്ചയിച്ചതുപോലെ ഇപ്പോൾ ഉടനടി തന്നെ യുക്രൈനുമായിട്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് അത് റഷ്യ ഇപ്പോൾ നിലവിൽ ഒരുങ്ങുന്നില്ല. അത് ഒരു അജണ്ട നിലവിൽ വന്നതിന് ശേഷം മറ്റ് കൂടിയാലോചനകൾക്കും ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ചർച്ച നടക്കുക എന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈനിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളായിരുന്നു. ഈ ആഘോഷങ്ങളിൽ ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യ സഹകരിച്ചുള്ള റഷ്യയുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെയായിരിക്കും ഈ യുദ്ധത്തിൽ സമാധാനം പുലരുക എന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയും സെലൻസ്കി നൽകുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഇരകളാക്കപ്പെട്ടവരായിട്ടല്ല യുക്രൈനെ അറിയപ്പെടാൻ പോകുന്നത്, ശക്തമായിട്ട് തിരിച്ചടിച്ച പോരാളികളായിട്ടായിരിക്കും യുക്രൈനെ പറ്റി അറിയപ്പെടാൻ പോവുക എന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യുക്രൈൻ സന്ദർശനത്തിലായിരുന്നു കനേഡിയൻ പ്രസിഡന്റായിട്ടുള്ള മാർക്ക് കാർണി. അദ്ദേഹം കാനഡയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സമാധാന ഉടമ്പടികൾ ഉണ്ടാകണമെന്ന് മാർക്ക് കാർണി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ റഷ്യ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് യുക്രൈൻ്റെ കിഴക്കൻ മേഖലകളായിട്ടുള്ള ഡോൺബാസ് മേഖല, ഈ മേഖലകളിൽ റഷ്യ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഈ മേഖല അത് റഷ്യ കണ്ണുവെച്ചതായിരുന്നു. ഇവിടുത്തെ ഒരു 60% നിയന്ത്രണവും ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ തന്നെയാണ്. എന്നാൽ ഈ മേഖല പൂർണ്ണമായിട്ടും പിടിച്ചടക്കാതെ റഷ്യ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്ന് കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ വൈകിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. പുടിൻ മുമ്പോട്ട് വെച്ച അമേരിക്കയിൽ നടന്ന ചർച്ചയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രതികരണങ്ങളാണെങ്കിലും പുടിൻ മുന്നോട്ട് വെച്ചത് ഈ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അത് റഷ്യയ്ക്ക് വേണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്ന് സെലൻസ്കിയും അറിയിച്ചിട്ടുണ്ട്. ഈ മേഖല അപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന, അതുപോലെ തന്നെ പലരും വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും റഷ്യയുടെ കയ്യിൽ വന്നതിന് ശേഷം ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്നുള്ള ഒരു നീക്കമായിരിക്കും റഷ്യ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയം. ആര്യ, തീർച്ചയായും. അജയ് സുധാബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. യോഗത്തിൽ സുരക്ഷാ വിഷയങ്ങൾ, താരിഫ് നിരക്കുകൾ എന്നിവ പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണ കൊറിയ US സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിർണായകമാണ് ഈ യോഗം.